വെൽക്കം ബാക്ക് ടു സാക്സ് പറയാം. ഞാൻ അജ്മീറിൽ റിക്ഷയിലൊരു യാത്ര ചെയ്യാം. അപ്പം നമ്മൾ ഇവിടുത്തെ അങ്ങാടിയൊക്കെ ഒന്ന് കാണാം. റിക്ഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇവിടുത്തെ ടൗണും കാര്യങ്ങളൊക്കെ. നമ്മളെ ഹോട്ടലുകാരനെ കണ്ട്, ഇതാണ് ഹോട്ടലുകാരൻ. ഞാൻ അനാസാഗറിന്റെ അവിടുന്ന് ഒരു റിക്ഷയില് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ ഈ റിക്ഷ ഉള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് ഞാൻ കയറും. 30 രൂപ പറഞ്ഞേ, പക്ഷെ ഞാൻ 30-ലധികം കൊടുക്കും. എനിക്ക് എന്റെ അധ്വാനം, പാവങ്ങളാണ്. അപ്പൊ ഞാൻ എവിടെ ചെന്നാലും ഈ റിക്ഷയുള്ള സ്ഥലങ്ങളിൽ റിക്ഷയിലൊന്ന് കയറും. കൽക്കട്ടയിലും പഞ്ചാബിലും അമൃത്സറിലൊക്കെ റിക്ഷ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ തെരുവിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഭയങ്കര ചൂടൊക്കെ അടക്കും. ഇവൻ പാവം ഉന്തി കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു എന്റെ തടീന്റെ ഊക്കൊണ്ട് ഒന്ന് ചവിട്ടി ആവണില്ല തോന്നുന്നു. ഏതായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കണം എന്താണെന്ന്. ഞാൻ ഈ റിക്ഷയിൽ പോകുന്ന ദൂരം എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഞാൻ ഇവര് പാവങ്ങൾ ഓരോ കുട്ടികൾക്ക് അരി വാങ്ങുന്ന പ്രശ്നമല്ലേ, നമുക്ക് ചെറിയൊരു പൈസയല്ലേ പോകുള്ളൂ വെച്ചിട്ട് അങ്ങനെ കയറുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സാധാരണ റിക്ഷയിൽ കയറല്. ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു കൂടുന്നല്ലേ, പാവങ്ങളാണ്. വീട്ടിട്ട് വേണം അവന്റെ വീട്ടിലേക്ക് അരി വാങ്ങാനും മറ്റും. ഇത് അജ്മീറിലെ ഒരു വമ്പൻ മാളാണ്. ഈ പിന്നെ സൈക്കിൾ റിക്ഷ ഇങ്ങനെ കുലുങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പൊ ക്യാമറ ഇതേപോലെ കുലുങ്ങാണ്. അപ്പൊ ആ ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇതൊരു അടിപൊളി മാളാണ്. പറ്റിയിട്ടുണ്ടെങ്കിൽ സമയം ഇതിന്റെ ഉള്ളിലൊന്ന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഏതായാലും ഇപ്പം നടക്കൂല. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം അയക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് 1887 ഉണ്ടാക്കിയ ഒരു ക്ലോക്ക് ടവറാണ്.
ഇവിടുത്തെ ടാക്സി വണ്ടികളൊന്ന് കാണാം. ഇതിന്റെ ഉള്ളിൽ ഇപ്പുറത്തും ഇപ്പുറത്തും സീറ്റ്, പിന്നെ ബാക്കിലും സീറ്റ്, മുന്നിലും സീറ്റ്, അങ്ങനെയുള്ളത്. ഇവിടെ റോട്ടിൽ ഇങ്ങനെ ഈ പാത്ര കച്ചവടക്കാരുണ്ട്, ഇരുമ്പിന്റെ പാത്രം. അപ്പൊ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കാണാം. ഈ അജ്മീരി രാജസ്ഥാൻകാരാണ് കച്ചവടം ചെയ്യുന്ന, പെണ്ണുങ്ങളാണ് കംപ്ലീറ്റ്. ഇതിലേ അങ്ങ് പോയാലും നമ്മൾ ആ ദർഗയിലേക്ക് എത്തും. ഈ കവാടത്തിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ദർഗയിലേക്ക്. അപ്പൊ ഇതിന്റെ ഇരുവശത്തും പിന്നെ കച്ചവടക്കാരുള്ളത്. അതൊക്കെ നമുക്കിങ്ങനെ കണ്ടുപോവാം. ആകെ ഒരു ഓട്ടോക്ക് പോകാനുള്ള വീതിയുള്ളൂ ഇവിടെ ഉള്ളത്. രാജസ്ഥാൻ ചെരുപ്പാണ്, വലിയൊരു ചെരുപ്പ് അവിടെ തൂക്കിയിട്ടുണ്ടല്ലേ. രാജസ്ഥാൻ ചെരുപ്പുകൾക്ക് ഭയങ്കര പ്രത്യേകത ആണ്. നല്ല തോൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ആകെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള സ്ഥലം. ഏതോ ഒരു ദൈവത്തിന് 4 ആൾക്കാര് പൊന്തിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കയറ്, അതിന്റെ മുകളിൽ ഇങ്ങനെ പല കയറുകളുണ്ട്. അതിങ്ങനെ ഈ കോലുകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. പലരും അതിന്റെ മുകളിൽ കാശ് ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ ദർഗയിലേക്ക് എത്താം. ഇത് വേറൊരു ദൈവത്തിന് അച്ഛനും മോളും ഒന്നുണ്ട്. ഒമിനി വാനിൽ അങ്ങനെ കൊണ്ടുപോവാണ്. ഞാൻ ആലോചിക്കുന്ന ഈ ദൈവത്തിന് എന്തിനാണ് പൈസ എന്നുള്ള കാര്യമാണ്. ഞാൻ ഈ എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കും. എല്ലാ അന്ധചാരങ്ങളും പിന്നെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏകദേശം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അജ്മീറിലൊരു ആചാരാണ്.
ഇതിലേ നടക്കുമ്പോണ്ടല്ലോ ചെവിക്ക് യാതൊരു സ്വൈര്യം ഉണ്ടാവില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്, ഡൽഹിയിലുണ്ട്. അപ്പൊ ഞാന് ഇതിന്റെ അകത്ത് കയറണം. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കയറാന്. അപ്പൊ നമ്മുടെ വിദ്യാഹനക്ക് ഒരു കഷ്ണം സാമ്പിൾ തരുന്നുണ്ട്. ഇവിടെ പുതിയ അങ്ങനെ സാമ്പിൾ അവരിങ്ങനെ കൊടുക്കും എല്ലാവർക്കും. ഈ ബാക്കി രാത്രി കാഴ്ചകളുമായിട്ട് നമുക്ക് പിന്നീട് വരാം. അപ്പൊ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.